ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു തിയറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ പ്രൂഫ് ഒന്ന് പറഞ്ഞു. അതായത് സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ് ഒരു കോൺവെക്സ് ക്ലോസ്ഡ് കോൺവെക്സ് ബൗണ്ടഡ് ഫ്രം ബിലോ ആയിട്ടുള്ള സെറ്റാണെന്നും അതിൽ അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രൂഫ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ കോൺവെക്സിറ്റി ഓഫ് SF പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലെറ്റ് x1 ആൻഡ് x2 be two feasible solutions എടുക്കുക. then x1 greater than or equal to 0 and x2 greater than or equal to 0. കൺസ്ട്രെയിൻസ് ആണ്, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ ഈ കൺസ്ട്രെയിൻസ് ax1 equal to b എന്നുള്ളതും ax2 equal to b എന്നുള്ളതും രണ്ടിനെയും സാറ്റിസ്ഫൈ ചെയ്യും. x1 x2 ഫീസിബിൾ സൊല്യൂഷൻസ് ആയതുകൊണ്ട്. ആൻഡ് ലെറ്റ് x be any convex linear combination of x1 and x2. അപ്പോൾ x equal to for any lambda between 0 and 1 we can write x equal to 1 minus lambda into x1 plus lambda into x2 എന്ന് എഴുതാൻ പറ്റും. And since x1 is greater than or equal to 0 and x2 is greater than or equal to 0, also lambda greater than or equal to 0 and 1 minus lambda greater than or equal to 0 implies that the sum x is greater than or equal to 0. And also ax equal to a into 1 minus lambda into x1 plus lambda into x2, that is equal to 1 minus lambda into ax1 plus lambda into ax2, which is b. അല്ലേ? ഇത് ax1 b കൊടുക്കുക, ax2 b കൊടുക്കുക, സം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് is equal to b എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഈ എക്സിൻ്റെ വാല്യൂ ax equal to b എന്നുള്ള കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫീസിബിൾ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായ എക്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീനിങ് ഇതാണ്, രണ്ട് ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു feasible solution ആയിട്ട് വരുന്നുണ്ട്. Thus the convex linear combination of every two feasible solution is a feasible solution. That is the set of all feasible solution is a convex set. ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ. ഓൾസോ അത് ബൗണ്ടഡ് ഫ്രം ബിലോ ആയതുകൊണ്ട് ബൗണ്ടഡ് ഫ്രം ബിലോ എന്നുള്ള കണ്ടീഷനും വൺ വെർട്ടെക്സ് ഉണ്ടെന്നുള്ള കണ്ടീഷനും അതിൽ നിന്ന് ഹോൾഡ് ചെയ്തോളും. നേരത്തെ പറഞ്ഞ ഡെഫിനീഷൻ്റെ പ്രൂഫ് ഇല്ലേ, അതിൻ്റെ ലാസ്റ്റ് ഭാഗം അതിൽ നിന്ന് ഹോൾഡ് ചെയ്തോളും. പ്രൂഫ് എഴുതുമ്പോൾ മൊത്തത്തിൽ ആ പ്രൂഫ് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ എഴുതുക. കോൺവെക്സിറ്റിക്ക് മാത്രമാണ് ഇങ്ങനൊരു സെപ്പറേറ്റ് പ്രൂഫ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കുറച്ച് ഡെഫിനേഷൻസ് ആണ്. ഒരു ടേംസും എന്താണെന്നുള്ളത് നോക്കാം. വെർട്ടീസസ് ഓർ എക്സ്ട്രീം പോയിന്റ്സ് ഓഫ് എ കോൺവെക്സ് സെറ്റ്. A point x of a convex set K is an extreme point or vertex of set K if it is not possible to find two points x1 and x2 in K such that x equal to 1 minus lambda into x1 plus lambda into x2 where 0 less than or equal to lambda less than or equal to 1, a point of K which is not a vertex of K is an internal point of K. അപ്പോൾ ഒരു കോൺവെക്സ് സെറ്റിൻ്റെ വേർട്ടെക്സ് എന്താണ്, ഇന്റേണൽ പോയിന്റ് എന്താണെന്നാണ് പറയുന്നത്. വേർട്ടെക്സ് പോയിന്റ് ആണ് എങ്കിൽ അതിനൊരിക്കലും ആ സെറ്റിലെ രണ്ട് എലമെൻസിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാനായിട്ട് പറ്റില്ല. അതിലെ രണ്ട് പോയിന്റ്സിൻ്റെ കണക്ട് ചെയ്യുന്ന ലൈനിന്മേൽ അത് വരില്ല. ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ മേൽ അത് വരില്ല. വെർട്ടെക്സ് ആണെങ്കിൽ നമുക്കറിയാലോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. ആ സെറ്റിലെ രണ്ട് ആൾക്കാരുടെ കണക്ട് ചെയ്ത് എത്ര ലൈൻ സെഗ്മെൻറ്റ് വരച്ചാലും ആ ലൈൻ സെഗ്മെൻറ്റുമേ അത് വരില്ല. ലൈൻ സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്ത് അതിനെ കണക്ട് ചെയ്യാനായിട്ട് ആ രണ്ട് പോയിന്റ്സ്, ആ സെറ്റിൽ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റുമേ വെർട്ടെക്സ് വരുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരയ്ക്കാൻ സാധിക്കാത്തവരെയാണ് നമ്മൾ വെർട്ടെക്സ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന എല്ലാവരെയും നമുക്ക് എന്ത് പറയാം, ഇന്റേണൽ പോയിന്റ്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതാണ് വെർട്ടെക്സിൻ്റെ വ്യത്യാസം. ഒന്ന് വരച്ച് നോക്കുക കേട്ടോ, അത് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കൺസെപ്റ്റ് ക്ലിയർ ആയിക്കോളും. അടുത്തത് കോൺവെക്സ് പോളിഹെഡ്രൺ എന്താണെന്നാണ്. ദ സെറ്റ് ഓഫ് ഓൾ കോൺവെക്സ് കോമ്പിനേഷൻസ് ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് xi. ദ സെറ്റ് ഓഫ് ഓൾ കോൺവെക്സ് കോമ്പിനേഷൻസ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ് xi i equal to 1 2 3 etc. up to m is the convex polyhedron spanned by these points. ഈ കുറച്ച് പോയിന്റ്സ് എടുക്കുക, ആ പോയിന്റ്സിൻ്റെ എല്ലാം കൂടി കോൺവെക്സ് കോമ്പിനേഷൻസ് എടുക്കുക. അപ്പോൾ ലൈൻ സെഗ്മെന്റ് ആയിരിക്കും മൊത്തം വരുന്നുണ്ടാവുക. അവരെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാവുന്ന ലൈൻ സെഗ്മെന്റ്സ് എല്ലാം ആണ് വരുന്നുണ്ടാവുക. അതിനെയാണ് നമുക്ക് പോളിഹെഡ്രൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോളിഹെഡ്രൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കുറേ അധികം സൈഡ്സ് ഉള്ള ഫിഗറിനെയാണ് നമ്മൾ പോളിഹെഡ്രൺ എന്ന് പറയുന്നത്. കോൺവെക്സ് സെറ്റിൻ്റെ ഉള്ളിലാവുമ്പോൾ കോൺവെക്സ് പോളിഹെഡ്രൺ എന്ന് പറയുന്നത്.
അടുത്തത് ഹൈപ്പർ പ്ലെയിൻസിൻ്റെ ഡെഫിനീഷനാണ്. ഹൈപ്പർ പ്ലെയിൻസ് എന്താ, ഹാഫ് സ്പേസസ് എന്താണെന്നാണ് പറയുന്നത്. ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഇ എൻ ആൻഡ് സി ബി എ കോൺസ്റ്റൻറ്റ് റോ എൻ വെക്റ്റർ ആൻഡ് ആൽഫ ബിലോങ്സ് ടു ആർ. ദെൻ വി ഡിഫൈൻ എ ഹൈപ്പർ പ്ലെയിൻ ആസ് എക്സ് സച്ച് ദാറ്റ് സി എക്സ് ഈക്വൽ ടു ആൽഫ. സി എക്സ് ഈക്വൽ ടു ആൽഫ എന്നുള്ള കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റ്സ്, എല്ലാ വെക്റ്റേഴ്സ് എക്സിനെയാണ് നമ്മൾ ഹൈപ്പർ പ്ലെയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് 2 ഡയമെൻഷനിൽ വരുമ്പോൾ അതൊരു ലൈൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഒരു പോളിടോപ്പ് എന്നാണ് ഹാഫ് സ്പേസ് എന്താന്ന് പറയുന്നുണ്ട്. ഒരു ക്ലോസ്ഡ് ഹാഫ് സ്പേസ് എന്താന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. എ ക്ലോസ്ഡ് ഹാഫ് സ്പേസ് ആസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് സി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഈ കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്നുള്ള കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഹാഫ് സ്പേസ് വരുന്നത്. ലെസ് ദാൻ ആൽഫ എന്നുള്ളതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഓപ്പൺ ഹാഫ് സ്പേസ് വരുന്നത്. ക്ലോസ്ഡ് ഹാഫ് സ്പേസ്, ഇത് ഓപ്പൺ ഹാഫ് സ്പേസ്. എന്താണ് ഒരു പോളിടോപ്പ് എന്നുള്ളത് നോക്കാം. The intersection of a finite number of closed half spaces is called a polytope. Closed half spaces in the finite number of closed half spaces in the intersections ആണ് ഒരു പോളിടോപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ആ പ്രൂഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഹാഫ് സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ ആയിട്ട് എടുക്കുന്നു എസ് എഫിനെ, സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസിനെ. അത്തരത്തിലുള്ള ഒരു ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ പോളിടോപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഹൈപ്പർ പ്ലെയിൻ പ്രൊഡ്യൂസിങ് എ ഹാഫ് സ്പേസ് ആർ കോൾഡ് ദി ജനറേറ്റിംഗ് ഹൈപ്പർ പ്ലെയിൻസ് ഓഫ് ദ പോളിടോപ്പ്. അപ്പോൾ ഏത് ഹൈപ്പർ പ്ലെയിൻസ് വെച്ചിട്ടാണോ ആ ക്ലോസ്ഡ് ഹാഫ് സ്പേസസ് ഉണ്ടായിരിക്കുന്നത്, ആ ഹൈപ്പർ പ്ലെയിൻസിനെയാണ് പോളിടോപ്പിൻ്റെ ജനറേറ്റിംഗ് ഹൈപ്പർ പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഒരു പോളിടോപ്പ് എന്നുള്ളത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്താണ് ഒരു കോൺ എന്നാണ് പറയുന്നത്. ദ പോളിടോപ്പ് ജനറേറ്റഡ് ബൈ ഹൈപ്പർ പ്ലെയിൻ ഓൾ ഓഫ് വിച്ച് ഇന്റർസെക്ട് ഇൻ വൺ ആൻഡ് ഓൺലി വൺ പോയിന്റ് ഈസ് കോൾഡ് എ കോൺ. അപ്പോൾ ഒരു കോൺവെക്സ് സെറ്റിൽ അല്ലെങ്കിൽ ഇ എന്നിൽ ഒരു കോൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ പോളിടോപ്പ് ജനറേറ്റഡ് ബൈ ദ ഹൈപ്പർ പ്ലെയിൻസ് ഓൾ ഓഫ് വിച്ച് ഇന്റർസെക്ട് ഇൻ വൺ ആൻഡ് ഓൺലി വൺ പോയിന്റ്. അതായത് ഹൈപ്പർ പ്ലെയിൻസ് ആണ് ഹൈപ്പർ സ്പേസിന് ഉണ്ടാക്കുന്നത്. ഹൈപ്പർ സ്പേസുകളുടെ ഇന്റർസെക്ഷനാണ് പോളിടോപ്പ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഹൈപ്പർ പ്ലെയിൻസ് കൺസിഡർ ചെയ്യുക. അതായത് ഒരൊറ്റ പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുന്ന ഹൈപ്പർ പ്ലെയിൻസിനെ സപ്പോസ് ചെയ്യുക. അത്തരത്തിലുള്ള ഹൈപ്പർ പ്ലെയിൻസിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസ്ഡ് ഹൈപ്പർ സ്പേസസ് എടുക്കുക. ആ ക്ലോസ്ഡ് ഹൈപ്പർ സ്പേസസിൻ്റെ ഇൻ്റർസെക്ഷൻസ് എടുക്കുക. അപ്പോൾ കിട്ടുന്ന ആ പോളിടോപ്പിനെയാണ് നമ്മളൊരു കോൺ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് എന്താണ് ഒരു ബേസിക് സൊല്യൂഷൻ. ഒരു ബേസിക് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ദ ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ബി are m equations in n unknowns. We shall assume that m less than n, number of equations less than number of unknowns ആണ്. And the equations are linearly independent. ഈ equations എല്ലാം linearly independent ആണ്. Generally constraints appear as inequalities in mathematical models, and the introduction of slack variables makes m less than n. That is, the assumption is justified. അപ്പോൾ നമ്മൾ എം ഇക്വേഷൻസും എൻ അൺനോൺസും ആണ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അതിൽ എം ലെസ് ദാൻ എൻ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അതിൽ സ്ലാക്ക് വാരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ലാക്ക് വാരിയബിൾസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാരിയബിൾസിൻ്റെ എണ്ണം കൂടുകയും ഇക്വേഷൻ്റെ എണ്ണം കുറവായി നിൽക്കുകയുമാണ് ചെയ്യുക, അല്ലേ? സ്ലാക്ക് വാരിയബിൾസ് പലതും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ എപ്പോഴും കൂടിയാണ് നിൽക്കുക. എം നമ്പർ ഓഫ് ഇക്വേഷൻസിൽ മാറ്റമൊന്നും വരില്ല. അപ്പോൾ സ്ലാക്ക് ഓർ സർപ്ലസ് വാരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എം ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഒരു ബേസിക് സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. If any of the n minus m variables xj are given the value 0, the remaining system of m equations in m unknowns may have a unique solution. അപ്പോൾ m less than n ആയി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് n minus m ആൾക്കാർക്ക് 0 എന്ന്, അത് ആരാണോ പോസിബിൾ ആയിട്ടുള്ളത്, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും ആർക്കാണോ പോസിബിൾ ആയിട്ടുള്ളത് അവർക്ക് നമ്മൾ 0 എന്ന് പുട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അവർക്ക് നമ്മൾ 0 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്
തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സിസ്റ്റം എങ്ങനെ റെഡ്യൂസ് ചെയ്യും? എം ഇക്വേഷൻസും എം അൺനോൺസുമായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എം ഇക്വേഷൻസും എം അൺനോൺസും വരുന്നൊരു സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷനാണ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത്, അല്ലേ? യുണീക്ക് സൊല്യൂഷനാണ് അതിനുണ്ടായിരിക്കുക. അപ്പോൾ എം ഇക്വേഷൻസും എം അൺനോൺസും ഉള്ള ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ യുണീക്ക് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. ദെൻ ദിസ് സൊല്യൂഷൻ along with the assumed zeros is a solution of 1. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എം ഇക്വേഷൻസ് ആൻഡ് എം അൺനോൺസ് വരുന്ന സിസ്റ്റത്തിൻ്റെ യുണീക്ക് സൊല്യൂഷനും ഉണ്ട്. ഇനി ഒരു n-m ആൾക്കാർക്ക് നമ്മൾ 0 എന്ന് പുട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ യുണീക്ക് സൊല്യൂഷനും ആ 0 എന്ന് പുട്ട് ചെയ്ത സൊല്യൂഷനും അത് മൊത്തത്തിൽ എടുക്കുമ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ഓഫ് 1 നമ്മുടെ ഗിവൺ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരും. അത്തരത്തിലൊരു സൊല്യൂഷനെയാണ് നമ്മൾ ബേസിക് സൊല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് തന്നിരിക്കുന്ന ഒരു LPPനെ സോൾവ് ചെയ്യാനായിട്ട് m<n ആവാനാണ് ഈ സ്ലാക്കും സർപ്ലസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ m<n ആവാനാണ് എപ്പോഴും സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് n-m ആൾക്കാർക്ക് 0 എന്ന് പുട്ട് ചെയ്യും, ബാക്കിയുള്ളവരെ എം ഇക്വേഷൻസ് ആൻഡ് എം അൺനോൺസ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അതിൻ്റെ യുണീക്ക് സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യും. ആ യുണീക്ക് സൊല്യൂഷനും പ്ലസ് നമ്മൾ ആ 0 പുട്ട് ചെയ്ത സൊല്യൂഷനില്ലേ അതും കൂടി മൊത്തത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഗിവൺ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ആ സൊല്യൂഷനെയാണ് നമ്മൾ ഗിവൺ LPPയുടെ ബേസിക് സൊല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ m variables remaining in the system of system after n-m variables have been put equal to 0 are called the basic variables or simply the basis. ഇനി അതിൽ തന്നെ നമ്മളിപ്പോൾ n-m ആൾക്കാർക്ക് 0 പുട്ട് ചെയ്തു, ബാക്കി അപ്പോൾ m വാരിയബിൾസ് അവിടെ ബാക്കിയില്ലേ, ആ m വാരിയബിൾസിനെയാണ് നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ LPPയുടെ ബേസിക് വാരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെയാണ് നമ്മൾ ആ യുണീക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ദ റെസ്റ്റ് ഓഫ് ദ വാരിയബിൾസ് ആർ കോൾഡ് നോൺ ബേസിക്. അപ്പോൾ ബാക്കിയുള്ളവരെ ആർക്കാണോ 0 പുട്ട് ചെയ്തത് അവർ നോൺ ബേസിക് വാരിയബിളും, ആരാണോ ബാക്കി നിൽക്കുന്നത് 0 പുട്ട് ചെയ്ത ശേഷം ബാക്കി നിൽക്കുന്നത് വാരിയബിൾസ് ആരാണോ അവരെയാണ് ബേസിക് വാരിയബിൾ എന്നും പറയുന്നത്. Since the unique solution of m equations in m variables may also contain 0, a basic solution must contain at least n-m 0. അപ്പോൾ ഒരു ബേസിക് സൊല്യൂഷൻ്റെ വേറൊരു പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ബേസിക് സൊല്യൂഷനിൽ എന്തായാലും n-m ആൾക്കാർക്ക് നമ്മൾ 0 ആയിരിക്കും പുട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി മറ്റേ m ഇക്വേഷൻസ് ഇൻ m അൺനോൺസ് യുണീക്ക് സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ മേ ബി അതിലും 0s വരാം. അപ്പോൾ ഒരു പ്രത്യേകത നമുക്കതിൽ പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് n-m 0s ഒരു ബേസിക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടായിരിക്കും, പക്ഷേ അറ്റ്ലീസ്റ്റ് n-m 0s നമ്മൾ പുട്ട് ചെയ്യുന്നത് തന്നെയാണല്ലോ, അപ്പോൾ അത്രയും 0s നിർബന്ധമായിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ യുണീക്ക് സൊല്യൂഷനിൽ 0 വരികയാണെങ്കിൽ വീണ്ടും എക്സ്ട്രാ 0s അതിൽ വരാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് n-m 0s ബേസിക് സൊല്യൂഷനിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ മാത്രമല്ലേ അത് ബേസിക് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ, ഡെഫിനേഷൻ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇക്വേഷൻ 1 നമുക്ക് മെട്രിക്സ് ഫോമിൽ ഇതായി ഈ രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഓർ നമുക്കതിനെ ആസ് x1 p1 പ്ലസ് x2 p2 പ്ലസ് എക്സെട്ര പ്ലസ് xn pn is equal to b എന്ന് എഴുതാം. വേർ pj equal to 1 2 3 etc up to n is the m vector in the jth column of A. അപ്പോൾ ഓരോന്നിനെയും ഓരോ കോളം വെക്ടർ ആയിട്ടാണ് p1 p2 എക്സെട്ര pnകളെ ഓരോ കോളം വെക്ടർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സിൻസ് pj ഈസ് എ വെക്ടർ ഇൻ en നോട്ട് മോർ ദാൻ m ഓഫ് ദീസ് വെക്ടേഴ്സ് p1 p2 എക്സെട്ര pn ക്യാൻ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എം അല്ലാട്ടോ എൻ ആണ്. എന്നിലെ എലമെൻ്റ് ആയതുകൊണ്ട് pj എന്ന് പറയുന്ന വെക്ടർ എന്നിലെ എലമെൻ്റ് ആയതുകൊണ്ട് എന്നിൽ കൂടുതൽ വെക്ടേഴ്സിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് പറ്റില്ല. n വെക്ടേഴ്സ് ആയിരിക്കും അതിൽ en അല്ലേ, അപ്പം അതിൽ n വെക്ടേഴ്സ് ആയിരിക്കും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരിക. സിൻസ് ദ ഇക്വേഷൻസ് ആർ അസ്യൂംഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, എക്സാക്ട്ലി m ഓഫ് ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലെറ്റ് m വെക്ടേഴ്സ് p1 p2 എക്സെട്ര pm. ഒരു മിനിറ്റ്. ഓക്കെ ഇവിടെ എഴുതിയിരിക്കുന്നതാണ് കറക്റ്റ്. pj എന്ന് പറയുന്ന വെക്ടർ ഈസ് ഇൻ em ആണ് കേട്ടോ, നോട്ട് en. emലാണ്, കാരണം അതിൽ m അല്ലേ വരുന്നത്, m വാരിയബിൾസ് അല്ലേ വരുന്നത്, അപ്പോൾ emലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന m കറക്റ്റാണ്. സിൻസ് pj ഈസ് എ വെക്ടർ ഇൻ em നോട്ട് മോർ ദാൻ m ഓഫ് ദ വെക്ടേഴ്സ് p1 p2 എക്സെട്ര pn ക്യാൻ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഈ ടോട്ടൽ p1 p2 എക്സെട്ര pn ഉള്ളതിൽ
പി എം ആൾക്കാർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുള്ളൂ. എൻ എപ്പോഴും എമ്മിനേക്കാൾ കൂടുതലാണല്ലോ. അപ്പോൾ ടോട്ടലി നോക്കി നമ്മളിവിടെ എഴുതുമ്പോൾ പി എന്നുകൾ എൻ എണ്ണുണ്ട്. പക്ഷെ ഓരോ പി ജെസും ഇ എമ്മിൽ നിന്നാണ് വരുന്നത്. എം വാരിയബിൾസ് ആയതുകൊണ്ട് ഓരോന്നും ഇ എമ്മിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇ എമ്മിൽ ആയതുകൊണ്ട് എം ആൾക്കാർക്ക്, ഇവരുടെ കൂട്ടത്തിൽ എം ആൾക്കാർക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. സിൻസ് ദ ഇക്വേഷൻസ് ആർ അസ്യൂംഡ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, എക്സാക്ട്ലി എം ഓഫ് ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ലെറ്റ് ദ എം വെക്ടേഴ്സ് P1 P2 എക്സെട്ര പി എം ആണ്. ആദ്യത്തെ P1 P2 എക്സെട്ര പി എം വരെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരണേന്ന് അസ്യൂം ചെയ്യാം. ദാറ്റ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് മീൻസ് ദാറ്റ് ദ ഡു നോട്ട് എക്സിസ്റ്റ് ആൽഫ j belongs to R for j equal to 1 2 3 etc. up to M